ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വന്നേക്കും. വീണ്ടും തുടർവാദം കേട്ടതിനു ശേഷമായിരിക്കും വിധി പറയാൻ കോടതി ഒരുങ്ങുക. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അടച്ചിട്ട കോടതി മുറിയിൽ 1.5 മണിക്കൂറായിരുന്നു ഇന്നലെ വാദം നടന്നത്. യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും കോടതി രേഖപ്പെടുത്തിയെന്നാണ് സൂചന. കേസിൽ ഇത് അതീവ നിർണായകമാകും. എന്തായാലും വാദം ഇന്നും തുടരും. അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. പോലീസിന്റെ റിപ്പോർട്ടിൽ രാഹുലിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയത്. രാഹുൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും ചാറ്റുകളും എല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കി. ജാമ്യം അനുവദിക്കുന്ന പക്ഷം പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ യുവതിയുടെ പരാതി വ്യാജമാണ് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. പരസ്പര സമ്മതത്തോടു കൂടിയായിരുന്നു ലൈംഗിക ബന്ധം. കേസിന് പിന്നിൽ BJP CPM ഗൂഢാലോചനയാണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ കേസ് വന്നത് എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ലൈംഗിക ബന്ധം നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നും ഗർഭചിത്രം നടത്തിയത് യുവതിയാണ് എന്നും രാഹുൽ കോടതിയിൽ വാദിച്ചു. യുവതി വിവാഹിതയാണ് എന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ് എന്നും രാഹുൽ പറഞ്ഞു. സ്വമേധയാ ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. പരാതിക്കാരിയുമായി തനിക്ക് ദീർഘകാലമായി സൗഹൃദമുണ്ട് എന്നും പക്ഷേ യുവതി പറയുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുമായിരുന്നു രാഹുലിന്റെ ഹർജിയിലെ പ്രധാന വാദം. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഹർജിയിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിത ഗർഭചിത്രം തുടങ്ങി ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയത്. ഇത് പ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിച്ചേക്കും. എന്നാൽ കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്നലെ രാഹുലിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ചുകൊണ്ട് മറ്റൊരു യുവതി കൂടി രംഗത്ത് വന്നിരുന്നു. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ, വിശ്വാസവഞ്ചന, ദേഹോപദ്രവം, സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കൽ തുടങ്ങിയ 8 വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭചിത്രമാണ് മുഖ്യമായ കുറ്റം. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ. അതേസമയം രാഹുൽ ഒളിവിൽ തുടരുകയാണ്. MLA ബാംഗ്ലൂരുവിലേക്ക് കടന്നതായി പോലീസിന് തെളിവ് ലഭിച്ചതായിട്ടാണ് വിവരം. രാഹുലിനൊപ്പം കേസിലെ 2ാം പ്രതിയായ ജോബി ജോസഫും ഉണ്ട് എന്നും വിവരമുണ്ട്. അദ്ദേഹം ഫോണുകളും സിമ്മുകളും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട് എന്നും SITക്ക് വിവരം ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ പരാതിയിലെ FIRൽ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത്. പീഡനങ്ങൾ MLA പദവിയിലെത്തിയ ശേഷമുള്ളതാണ് എന്നും നിലമ്പൂരിൽ പ്രചരണത്തിനിടെയാണ് യുവതിയെ ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിക്കുകയും മരുന്ന് കഴിപ്പിക്കുകയും ചെയ്തത് എന്നും FIRലുണ്ട്. 2 തവണ തിരുവനന്തപുരത്ത് യുവതിയുടെ ഫ്ളാറ്റിലും 2 തവണ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലും വെച്ചാണ് ബലാത്സംഗം ചെയ്തത് എന്നും ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തുവെന്നും എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. 2025 മാർച്ച് 4-നാണ് രാഹുൽ യുവതിയെ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ആദ്യമായി ബലാത്സംഗം ചെയ്തത്. മാർച്ച് 17-ന് യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. യുവതി ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടും ഏപ്രിൽ 22-ന് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലെത്തി സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി വീണ്ടും ബലാത്സംഗം ചെയ്തു. മെയ് അവസാനയാഴ്ച 2 തവണ പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചും ബലാത്സംഗം ചെയ്തു. പത്തനംതിട്ടയിലെ സുഹൃത്ത് ജോബി ജോസഫ് വഴി മെയ് 30-നാണ് ഗർഭചിത്ര മരുന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചു നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തായിരുന്നു അത്. കൈമനത്ത് ജോബി ജോസഫിന്റെ കാറിൽ വെച്ച് നിർബന്ധിച്ച് ഗുളിക കഴിപ്പിക്കുകയും പ്രചരണത്തിലായിരുന്ന രാഹുൽ വീഡിയോ കോൾ വഴി യുവതി മരുന്ന് കഴിച്ചത് ഉറപ്പിച്ചുവെന്നും FIRൽ പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂരത വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു യുവതി കൂടി രംഗപ്രവേശനം ചെയ്തതോടുകൂടി ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരിയാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA എന്നിവർക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് വെളിപ്പെടുത്തൽ. പരാതി KPCC നേതൃത്വം DGPക്ക് കൈമാറി.